Hi guys, ACEVLOGS പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോസ് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റും. അപ്പോൾ കുറച്ച് ദിവസമായി നമ്മുടെ വീഡിയോസൊക്കെ വന്നിട്ട് കുറച്ച് ബിസി ആയിപ്പോയി. ഇപ്പോൾ ഒരാഴ്ചയോളം കഴിഞ്ഞു നമ്മുടെ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡായിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ സുസുക്കി ഇഗ്നിസിൻ്റെ ഒരു യൂസർ റിവ്യൂ ആണ്. ഇത് എൻ്റെ സ്വന്തം വണ്ടിയാണ്. അപ്പോൾ കണ്ടൻറ്റ് ദാരിദ്ര്യം കാരണം വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടും പിന്നെ ഇവൻ്റെ ലോങ് പോയി വന്നതാണ്. അതുകൊണ്ടാണ് കുറച്ച് കഴുകിയിട്ടൊന്നുമില്ല. ഒന്ന് ഇവിടെ കഴുകാൻ കൊടുക്കാനൊരു ബുദ്ധിമുട്ടുണ്ട്, കൊറോണയൊക്കെ ആയതുകൊണ്ട്. പിന്നെ സ്വന്തമായിട്ട് കഴുകാനുള്ള മടി കൊണ്ടും കഴുകിയിട്ടില്ല തൽക്കാലം. അപ്പോൾ ഇത് സുസുക്കി ഇഗ്നിസിൻ്റെ സീറ്റ മോഡലാണ്, മാനുവൽ ട്രാൻസ്മിഷൻ. ഞാൻ ഈ വണ്ടി എടുത്തിട്ട് ഇപ്പോൾ ഏകദേശം 1.5 കൊല്ലത്തോളം കഴിഞ്ഞു. 2018 മോഡലാണ്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അല്ല, അതിന് മുന്നേ ഉണ്ടായിരുന്ന മോഡലാണ്. 2018 നവംബർ വണ്ടിയാണിത്. അപ്പോൾ ഇപ്പോൾ ഈ വണ്ടി ഏകദേശം 25,000 കിലോമീറ്റർ കഴിഞ്ഞിരിക്കുന്നു ഈ വണ്ടി. അപ്പോൾ ഞാൻ ഈ വണ്ടി എടുക്കുമ്പോൾ ഇതിന് ഏകദേശം 7.25 വന്നിട്ടുണ്ട്. ഓൺ റോഡ് 7,25,000 രൂപയോളാണ് ഓൺ റോഡ്. അതിനകത്ത് ഈ ആക്സറീസും കാര്യങ്ങളൊക്കെ പെടും. അതുപോലെ തന്നെ അത്യാവശ്യം ലോങ് ഓടിയേക്കണം ഞാൻ ഈ വണ്ടി കൊണ്ട്. ലോങ് ഈ 25,000 കിലോമീറ്ററിൽ ഏകദേശം 5,000 കിലോമീറ്റർ ആയിരിക്കും നാട്ടിൽ ഓടിയിട്ടുണ്ടാവുള്ളൂ. ബാക്കി 20,000 കിലോമീറ്റർ ഫുള്ള് ലോങ് പോയതാണ്. പക്ഷേ ലോങ് പോകുമ്പോൾ വണ്ടി കംഫർട്ടബിളാണ്. ബട്ട് സ്റ്റിൽ ഈ വണ്ടിയുടെ കുറച്ച് സ്ഥല സൗകര്യങ്ങളൊക്കെ കുറച്ച് പരിമിതമായതുകൊണ്ട് ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതായത് എന്താ പറയുക, നമ്മുടെ ലഗേജ് സ്പേസും കാര്യങ്ങളൊക്കെ കുറച്ച് കുറവാണ് വണ്ടിക്ക്. അപ്പോൾ ഒരാൾക്കോ 2 പേർക്കോ പോകാനായിട്ട് കുഴപ്പമില്ല. 4 പേരൊക്കെ പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ബാക്ക് സീറ്റ് വരുമ്പോൾ അതിൻ്റെ തൈ സപ്പോർട്ട് ഭയങ്കര കുറവായതുകൊണ്ട് ബാക്കിലിരുന്ന് പോരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ലോങ് ഒക്കെ പോകുമ്പോൾ. ഷോർട്ട് ഡിസ്റ്റൻസ് കുഴപ്പമൊന്നുമില്ല. പക്ഷേ സിറ്റി ഡ്രൈവിന് പറ്റിയൊരു വണ്ടിയാണ്. ഏറ്റവും ബെസ്റ്റ് വണ്ടി എന്ന് പറയാം. ഈ പ്രൈസ് റേഞ്ചിൽ വരുമ്പോൾ സിറ്റി ഡ്രൈവിന് പറ്റിയ ഏറ്റവും ബെസ്റ്റ് വണ്ടികളിൽ ഒന്നാണ്. പിന്നെ മൈലേജിൻ്റെ കാര്യം പറയുമ്പോൾ ഇതിന് ഏകദേശം എനിക്ക് ഹൈവേയിൽ പോരുമ്പോൾ ഒരു 21 km/ലിറ്റർ കിട്ടാറുണ്ട്. പെട്രോൾ എഞ്ചിനാണ് കേട്ടോ. അപ്പോൾ 21 km ഏകദേശം എനിക്ക് കിട്ടുന്നുണ്ട് ഈ ഹൈവേ കൂടെ പോരുമ്പോൾ. അതേപോലെ തന്നെ നമ്മുടെ സിറ്റി റൈഡ് വരുമ്പോൾ ഏകദേശം ഒരു 15-16 km ആണ് എനിക്ക് അപ്രോക്സ് കിട്ടാറുള്ളത്. പിന്നെ ലോക്കൽ നമ്മൾ ഈ ജസ്റ്റ് അപ്പുറത്തേക്ക് എടുത്തുകൊണ്ട് പോകുമ്പോഴുള്ള മൈലേജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഏകദേശം എന്തായാലും ഒരു ലോക്കലായ പോലെ ഒരു 13-14 കിലോമീറ്ററോളം മൈലേജ് കിട്ടാറുണ്ട് ഇതിന്. അപ്പോൾ ഞാൻ ഈ വണ്ടി എടുക്കുമ്പോൾ തന്നെ ഇത് ഡ്യുവൽ ടോണിൻ്റെ ആക്കിയിട്ടാണ് എടുത്തേക്കണേ. അതായത് ഇപ്പോൾ എല്ലാ നെക്സ ഷോറൂമുകളിലും നമ്മൾ പറയുന്ന കളർ അവർ ഡ്യുവൽ ടോൺ ചെയ്തു തരും. അതിപ്പോൾ ഏത് കളറായാലും ഞാൻ എടുക്കുന്ന സമയം പോലെ അതുണ്ട്. ഏത് കളറായാലും നമുക്ക് ഡ്യുവൽ ടോൺ ചെയ്തു തരും അവർ. ഇപ്പോൾ ഈ MVയുടെയൊക്കെ പ്രശ്നമുള്ളതുകൊണ്ട് നമുക്ക് ഡ്യുവൽ ടോൺ ചെയ്തെടുക്കുമ്പോൾ ഈ 2 കളറും RCയിൽ എൻ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ റൂഫും ഈ 2 മിററും വൈറ്റാണ്, ബാക്കി ബ്ലൂ ആണ്. പിന്നെ 15 ഇഞ്ച് വീൽസാണ് വരുന്നത്. പിന്നെ വണ്ടിയുടെ ഡ്രൈവിംഗ് കംഫോർട്ടിനെ കുറിച്ച് പറയുമ്പോൾ വണ്ടിയുടെ സസ്പെൻഷൻ കുറച്ച് ഹാർഡാണ്. സസ്പെൻഷൻ ഹാർഡെന്ന് പറയുമ്പോൾ എന്താ പറയുക, നമ്മൾ ചെറിയൊരു ജർക്കിങ് പോലും വണ്ടിയുടെ ഉള്ളിലേക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. ബലീനോ പോലുള്ള വണ്ടികൾ നോക്കുമ്പോൾ സോഫ്റ്റ് സസ്പെൻഷനാണ് വരുന്നത്. പക്ഷേ ഇത് കുറച്ച് ഹാർഡാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറച്ച് കൂടുതലാണ്. ബലീനോനേക്കാളും ബാക്കി ഈ സെഗ്മെൻറ്റുള്ള വണ്ടീനേക്കാളും ഗ്രൗണ്ട് ക്ലിയറൻസ് നല്ലപോലെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഈ ഹൈവേയിലൊക്കെ പോകുമ്പോൾ എല്ലാവർക്കും അറിയാം, ചെറിയ വണ്ടികളുടെ മുമ്പ് അടി തട്ടുന്ന ഭയങ്കര പ്രശ്നമുണ്ട്. ഇതെനിക്ക് ഇതുവരെ അങ്ങനെ ഒരു വിഷയമേ ഉണ്ടായിട്ടില്ല. അടി തട്ടില്ലെന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കം തവണയാണ്. അത് ഒരുപാട് സ്റ്റീപ്പായിട്ടുള്ളിടത്ത് ഇറക്കിയപ്പോൾ മാത്രമേ എൻ്റെ അടി തട്ടിയിട്ടുള്ളൂ. അല്ലാതെ നോർമലി അത്യാവശ്യം വലിയൊരു ഹമ്പായാൽ പോലും അടി തട്ടില്ല. ഇപ്പോൾ 4 പേര് കയറി വണ്ടി ഫുള്ളി ലോഡറാണെങ്കിൽ പോലും ഇതുവരെ ഇതിൻ്റെ അടി തട്ടിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഇതിൻ്റെ എൻജിൻ പറയുമ്പോൾ 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് ഇതിന് വരുന്നത്. അത്യാവശ്യം നല്ല പവറും കാര്യങ്ങളും ഉണ്ട്. ഈ വണ്ടിയെ വെച്ച് നോക്കുമ്പോൾ ഈ വണ്ടിയുടെ സൈസും കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല പവറും വണ്ടി തരുന്നുണ്ട്. 81 bhp ആണ് ഇതിൻ്റെ പവർ തന്നെ. 82 bhp ആണ് ഇതിൻ്റെ പവർ വരുന്നത്. പിന്നെ ഇത് സീറ്റ മോഡൽ ആയതുകൊണ്ട് തന്നെ സാധാ ഹാലജൻ ഹെഡ് ലാംപ്സ് ആണ് തന്നെ. ഫുൾ ഓപ്ഷൻ വരുമ്പോൾ അതായത് ആൽഫ മോഡലിലാണ് പ്രൊജക്ടർ ഹെഡ് ലാമ്പും DRLൊക്കെ വരുന്നത്.
അതുപോലെ തന്നെ താഴെ ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. ഈ ക്രോം ഫിനിഷും കാര്യങ്ങളൊക്കെ സ്റ്റോക്ക് വന്നത് തന്നെയാണ്. അപ്പോൾ ഈ വണ്ടി ഇപ്പോൾ ഇത് 2018 മോഡലാണെന്ന് പറഞ്ഞില്ല. ഇപ്പോൾ പുതിയ അതായത് 2020 മോഡൽ വന്നപ്പോൾ ഇതിൻ്റെ ബമ്പർ നല്ലപോലെ മാറി, അല്ല ഫ്രണ്ട് ബോണറ്റും കാര്യങ്ങളും മാറിയിട്ടുണ്ട്. ഇവിടുത്തെ ഈ ഗ്രില്ല് ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ എക്സ്പ്രസോയുടെ ടൈപ്പ് ഗ്രില്ല്, എക്സ്പ്രസോയിലൊക്കെ ആദ്യം കണ്ട ടൈപ്പ് ഗ്രില്ലാണ് ഇപ്പോൾ ഇഗ്നിസും വരുന്നത്. പിന്നെ എന്താ സ്കിഡ് പ്ലേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സീറ്റയ്ക്കും ആൽഫയ്ക്കും സ്കിഡ് പ്ലേറ്റും കാര്യങ്ങളും പുതിയ മോഡലിൽ വരുന്നുണ്ട്. പിന്നെ മിറേഴ്സ് വരുമ്പോൾ സൈഡ് വ്യൂ മിറേഴ്സ് വരുമ്പോൾ ഈ ഓട്ടോ ഫോൾഡിംഗ് ആണ്, ഇൻറ്റേർണലി അഡ്ജസ്റ്റബിൾ ഓട്ടോ ഫോൾഡിംഗ് ആണ്. പിന്നെ അതിനകത്ത് തന്നെ മൗണ്ട് ചെയ്തൊരു ഇൻഡിക്കേറ്ററും കാര്യങ്ങളും വരുന്നുണ്ട് ഇതിനകത്ത്. സീറ്റയ്ക്കും ആൽഫയ്ക്കും ആണ് ഫോൾഡിംഗ് മിറേഴ്സ് ഉള്ളൂ. പിന്നെ ബേസ് വേരിയൻറ്റിന് സാധാ സ്റ്റാൻഡേർഡ് മിററാണ് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ മുകളിലുള്ള ഒരു വേരിയൻറ്റിന് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്, പക്ഷേ ഓട്ടോ ഫോൾഡിംഗ് ഇല്ല. പിന്നെ കീലെസ് എൻട്രി, പിന്നെ ഒരു കാര്യമുണ്ട് ഇതിനകത്ത് ഫുൾ ഓപ്ഷൻ, അതായത് സീറ്റയ്ക്കും ആൽഫയ്ക്കും കീലെസ് എൻട്രിയും കാര്യങ്ങളും വരുന്നുണ്ട്. ഇതിനകത്ത് റിക്വസ്റ്റ് ബട്ടൺ വരുന്നുണ്ട്. ബട്ടൺ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ അൺലോക്ക് ആവുന്നതാണ് വണ്ടി. അപ്പോൾ വണ്ടിയുടെ ഇൻറ്റീരിയറിട്ട് നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ വന്നത് ബ്ലാക്കും വൈറ്റും ആണ്. അപ്പോൾ ഈ വൈറ്റ് ട്രിം വരുന്നത് ശരിക്കും ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയേക്കണേ. കാണാൻ ഭയങ്കര അപ്പീലിംഗ് ആണ്, നല്ലൊരു രസവും കാര്യങ്ങളും ഉണ്ട് ഇത് കാണാനായിട്ട്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഈ ലോങ് ഒക്കെ പോകുമ്പോഴും അല്ലെങ്കിൽ ചെറിയൊരു ചെളി ആയാൽ പോലും നല്ലോണം എടുത്ത് കാണിക്കും. ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ അവിടെ ഇവിടെയൊക്കെ ചെറിയ പാടുണ്ട്. ഇപ്പോൾ ഓൾറെഡി ഞാൻ രണ്ട് പ്രാവശ്യം ഇത് ഞാൻ ഇൻറ്റീരിയർ ഷാമ്പു വാഷ് ചെയ്തതാണ് ഈ ചെളി കളയാനായിട്ട്. പക്ഷേ കാണാൻ ഭയങ്കര അപ്പീലിംഗ് ആണ് ഈ ഒരു കോമ്പിനേഷൻ. പിന്നീട് ഇതിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ ഇത് ഞാൻ രണ്ടാമതൊരു ആഫ്റ്റർ മാർക്കറ്റ് ഇൻഫോർടൈൻമെൻ്റ് ആണ്. ആൻഡ്രോയിഡ് നമ്മളിപ്പോൾ ഈ ആൻഡ്രോയിഡ് ഹെഡ് യൂണിറ്റ് ഒരെണ്ണം വെച്ചതാണ്. പക്ഷേ ഇതിനകത്ത് ഇൻബിൽഡ് വന്ന ഹെഡ് യൂണിറ്റ് മാരുതിയുടെ സാധാ ബ്ലൂടൂത്ത് ഉണ്ട്, ഓക്സും CD ഇടാൻ പറ്റുന്ന സാധാ ഒരു മ്യൂസിക് സിസ്റ്റമാണ് ഇതിനകത്ത് വന്നിരുന്നത്. ഇപ്പോൾ ഇതിന് റിവേഴ്സ് ക്യാമറയും എല്ലാം കൂടി എനിക്കൊരു 14,500 രൂപ ചിലവ് വന്നിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ പഴയൊരു സിസ്റ്റത്തിനേക്കാളും കുറച്ചുകൂടെ വോത്തായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ മണി വെൽ സ്പെൻഡ് ആയിട്ടാണ് തോന്നിയേക്കണേ. ഇതിൻ്റെ AC വെൻസിനെ കുറിച്ച് പറയുമ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡിൽ റൗണ്ട് AC വെൻസ് ആണ് വന്നേക്കണത്. രണ്ട് സൈഡിലും റൗണ്ട് AC വെൻസും സെൻറ്ററിൽ സാധാ എല്ലാ വണ്ടികളും കാണുന്ന പോലെ ഒരു സാധാ AC വെൻസ് ഉണ്ട്. പിന്നെ AC വെൻസിന് ചുറ്റും ഒരു ക്രോം ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വേരിയൻറ്റ് സീറ്റ വേരിയൻറ്റിൽ വരുമ്പോൾ ഒരു മാനുവൽ ക്ലൈമറ്റ് കൺട്രോളാണ് വരുന്നത്. ഇതിൻ്റെ ഫുൾ ഓപ്ഷൻ വരുമ്പോൾ അതായത് ആൽഫ വേരിയൻറ്റിൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളും പിന്നെ മിറർ തന്നെ ഓട്ടോമാറ്റിക് ഡിമ്മിങ്ങും വരുന്നുണ്ട്. പക്ഷേ പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയതുണ്ട്. ഇപ്പോഴത്തെ 2020 മോഡൽ വരുമ്പോൾ ഈ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം സീറ്റയിലും ആൽഫയിലും മാരുതി തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് ഇപ്പോഴത്തെ ഒരു മോഡലുകളിൽ ഉള്ളത്. പിന്നെ ഈ മിറർ ടോപ്പ് എൻഡ് വരുമ്പോൾ ഓട്ടോ ഡിമ്മിങ് മിറേഴ്സാണ് ടോപ്പ് എൻഡിൽ വരുന്നത്. പിന്നെ ഈ വണ്ടിയുടെ സേഫ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ABS വിത്ത് EBD, പിന്നെ 2 എയർ ബാഗ്സും ഉണ്ട്. സ്റ്റാൻഡേർഡായിട്ട് വരുന്നത് എല്ലാ മോഡലും സ്റ്റാൻഡേർഡാണിത്. പിന്നെ ഈ വണ്ടി എടുത്തപ്പോൾ പലരും എന്നോട് ചോദിച്ചു ഇത്ര വില കൊടുത്ത് ഇതുപോലത്തെ ഒരു വണ്ടി എടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് പലരും ചോദിച്ചതാണ്. പക്ഷേ എനിക്ക് അന്ന് എന്തോ വണ്ടി കണ്ടു, ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആ ഒരു പെട്ടെന്നൊരു തീരുമാനത്തിൽ വാങ്ങിച്ചാണ്. പക്ഷേ പിന്നീട് എനിക്ക് അതിനെക്കുറിച്ച് റിഗ്രറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല. കാരണം നല്ലൊരു പെർഫോമൻസ് തന്നെ. മാരുതിയുടെ ബാക്കി വണ്ടികളൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു ഈ വണ്ടി. അതുപോലെ തന്നെ ഇതിൻ്റെ AMT മോഡൽസും അവൈലബിൾ ആണ്. എല്ലാ വേരിയൻറ്റിനും AMT മോഡൽസ് അവൈലബിൾ ആണ്. ഇത്ര വില കൊടുത്ത് ഈ വണ്ടി എടുത്തത് എനിക്കൊരു നഷ്ടമായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. അപ്പോൾ പലരും പറയുന്നൊരു കാര്യമാണ് ഇതുപോലെ ഇത്ര വില കൊടുത്ത് ഈ ഒരു വണ്ടി എടുക്കുക. കാരണം വളരെ ചെറിയൊരു വണ്ടിയാണ്, ഭയങ്കര കോമ്പാക്റ്റ് ആയിട്ടൊരു വണ്ടിയാണ്. പക്ഷേ സിറ്റി ഡ്രൈവിന് ഇതിലും മാച്ച് വേറെ വണ്ടി ഇല്ലയെന്ന് ഞാൻ പറയും. ഇത്രയും പവറും കാര്യങ്ങളും തരുന്ന വേറൊരു വണ്ടി ഇല്ല. അതുപോലെ ലോങ് പോകാനും അത്യാവശ്യം കംഫർട്ടബിളാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു 20,000 കിലോമീറ്റർ 25,000 കിലോമീറ്റർ ആയ വണ്ടിയിൽ ഏകദേശം 20,000 കിലോമീറ്ററും ലോങ് മാത്രമാണ് ഓടിയേക്കണേ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല. അത്യാവശ്യം നല്ല കംഫർട്ടും കാര്യങ്ങളും ഈ വണ്ടിയിൽ നിന്ന് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പറ്റിയ ഒരു വണ്ടി, അതായത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സിറ്റി ഡ്രൈവിന് പറ്റിയൊരു വണ്ടി എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ ഈ വണ്ടി എല്ലാവർക്കും സജസ്റ്റ് ചെയ്യും, സിറ്റി ഡ്രൈവിന്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് മീ എമിൽ രാജു സൈനിങ് ഓഫ്.